അല്ലമ്മ എന്താണ് ചിഞ്ചുവിന്റെ പ്രശ്നം എന്താണ് ചിഞ്ചും കുഞ്ഞോളും തമ്മിലുള്ള പ്രശ്നം പ്രശ്നം എന്താ ഓലോട് ചോദിച്ചോക്ക് ഓലോട് ചെന്ന് ചോദിച്ചോക്ക് ഓളുണ്ടവിടെ പോയി ചോദിച്ചോക്ക് കുഞ്ഞോളെ എന്തിനാണ് നിങ്ങൾ രണ്ടാളും തെറ്റിയത് അത് പറയാ ഇജ്ജ് പറയാ എന്റെ ഭാഗം കേക്കട്ടെ ആദ്യം ഓളോട് ചോദിച്ചോക്കി ചിഞ്ചു കുഞ്ഞോളും തമ്മിലുള്ള പ്രശ്നം എന്താണ് അത് തീരുമാനമാക്കണം കാരണം എന്തുകൊണ്ടാണ് ചിഞ്ചു ഇപ്പൊ ലൈവില് വരുന്നില്ല ബ്ലോഗിൽ കാണാനില്ല കുറെ ദിവസമായി മുങ്ങി നടക്കണേ രണ്ടെണ്ണം ഇരട്ട കുട്ടികളുണ്ട് ആ ഇരട്ട കുട്ടികളല്ല അതാണ് ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ് കല്യാണം കഴിച്ചത് സാഹിത്യങ്ങളൊക്കെ അതല്ലേ ആ അതിലിനെ ഗേൾസ് സ്കൂളിൽ ചേർത്തേക്കിനിയാണ് അതിന്റെ ആണുങ്ങളെ നോക്കും കരുതിയിട്ട് അതില് അന്നായിക്കോട്ടെ ആവൂലെങ്കി ആവൂല അറിയാണ്ട് ആവി പറക്കും പയറുപ്പേരി പച്ചപ്പയറ് മൈക്ക അടിച്ചിട്ടില്ലല്ലോ ജി ഹലോ ഗായ്സ് ഇഷ്മ അടന്നാ കിഞ്ഞോൾ അന്ന ജിബ്രാൻ എങ്ങനെ വിളിക്കല് കിഞ്ഞോളെ എന്താണെന്ന് സ്പെഷ്യൽ അപ്പവും ചിക്കൻ കറിയോ വാവ് നൈസ് നൈസ് എനിക്കിഷ്ടമാണ് നിന്നെ അല്ലെങ്കിലും ജിബ്രാൻ എവിടെ ഞാൻ എല്ലാരും സ്കൂളിൽ പോയിക്കണല്ലോ എന്നുള്ളൊരു ഇതാണ് എവിടക്ക് കാര്യത്തിലോ ഇനായോനോ ആരോ കൊണ്ടുപോയത് എന്നിട്ട് നിറവച്ചൊന്നുമില്ല അല്ല ഓന് പൊതുവെ ഭയങ്കര മടിയാണ് അംഗൻവാടി ഏതായാലും അപ്പൊ ഗായ്സ് ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് പയറുപ്പേരിയിൽ നിന്നാണ് ആവി പറക്കും പയറുപ്പേരി പച്ചപ്പയറ് വേണ്ട എന്നറിയാണ്ടേ നല്ല ചൂടുള്ള പയറുപ്പേരി എനിക്ക് തരുവളേ എന്താ ഉള്ളൊരു സ്നേഹം നോക്കാൻ നിങ്ങള് അല്ലേ കണ്ണുക്കാവ്യ എന്താ ഉള്ളൊരു സ്നേഹം പച്ചപ്പയറ് ഒന്നങ്ങോട്ട് ഇതായിക്കഴിഞ്ഞാൽ ആ ഉള്ളിട്ട് കണ്ട വാട്ടിയിട്ടേ തൂമിച്ചിട്ടുള്ള ആ ചൂടോടെ കഴിക്കണ ഒരു പയറുപ്പേരി എന്ന് പറഞ്ഞാല് അതൊക്കെയാണ് നമ്മളെ ലൈഫിന്റെ അടിത്തറ അല്ലേടി ചോർക്കാണത് അപ്പത്തേക്ക് എങ്ങനെ ഗൈസ് പയറുപ്പേരി കഴിക്കുക ചോർക്കല്ലേ പയറുപ്പേരി രസം ഗൈസ് അല്ലേ നിങ്ങളവിടേക്ക് എങ്ങനെ അങ്ങനെ തന്നെ അല്ലേ ടിഷുമ്മ കാലിലോട്ട് കൂടെ ഇങ്ങനെ നടക്കുക ഞാൻ എപ്പോഴും പറയാം അകൊക്കെ അടിച്ചൊരു തുടച്ച് വൃത്തിയാക്കിയിട്ട പിന്നെ ഓള അതിൽ അങ്ങനെ നടന്നോളൂ ഒന്നും പൊറുക്കി തിന്നണ പേടിയില്ല മറ്റേ ഇപ്പൊ ഭയങ്കര പൊറുക്കിയ എന്താ ഞാനൊരു നുണ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിലുള്ള പന്റെ ഒരു വർത്താനം പൊറുക്കിയത് സത്യോള സർട്ടിഫിക്കറ്റ് വേണല്ലോ ഇപ്പൊ അങ്ങനെ ഉണ്ടോ എന്നൊരു മടിക കിട്ടൂല ഗൈസ് അങ്ങനെ നമ്മളെ ബിഗ് ബോസ് അങ്ങോട്ട് കഴിഞ്ഞു സന്തോഷായി റാഹത്തായി നമ്മൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് രാത്രി ലൈവ് ഉണ്ടാവും കേട്ടോ കാരണം നമ്മള് ബിഗ് ബോസിന്റെ ഈ ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മള് ലൈവ് ഒക്കെ കുറച്ച് ദിവസം നിർത്തി വെച്ചത് പിന്നെ ഞാനും കുറച്ച് തിരക്കായിരുന്നു അപ്പൊ ഇനി 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബിഗ് ബോസ് ഇല്ലാത്ത രാത്രികൾ തുടരുകയായി നമ്മളെ വ്ലോഗ് രാത്രി നമ്മളെ വ്ലോഗ് കാണണം ഒരു വ്യൂസ് കയറട്ടെ അല്ലേ നമ്മളെ സബ്സ്ക്രൈബർ ആയിക്കുവാണെങ്കിൽ ജിഞ്ച് സബ്സ്ക്രൈബർ ആവണോ
വർഷങ്ങളായിട്ട് തന്നെ ഞാൻ കുടുങ്ങിയിരിക്കുന്നത്. സബ്സ്ക്രൈബർ കുറവ് കൂടെ ഉള്ളു. അപ്പൊ ഗൈസ് ബിഗ് ബോസ് കഴിഞ്ഞു. നമ്മളെ അനുമോൾ കാർത്തു PR ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്കറിയണ്ട. ആ കപ്പ് കിട്ടിയിക്കണ്. അല്ല അനുമോളാണ് ഈ സീസൺ കൊണ്ടുപോയിക്കുന്നത്. ഇനിയിപ്പോ ബാഡ് കണ്ടന്റ് ആണെങ്കിൽ സീസൺ ഓള് കുറെ നിർത്തിയിട്ടുണ്ട്. അതേപോലെ അനീഷ ആയാലും സൂപ്പർ ആയിരുന്നു. അതായത് ഫസ്റ്റത്തെ ഡേ നല്ല വെറുപ്പിക്കലായി വന്ന അവസാനം ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ് അനീഷ്. അടിപൊളി കോമണർ സെറ്റ് ആട്ടോ. മറ്റേത് കോമണർ എന്നുകണ്ട് ആ കാറ്റഗറിയിൽ കേറിയാലും ഒരു കുറച്ച് കഴിഞ്ഞാല് ഔട്ടാവും. പക്ഷെ മൂപ്പരൊക്കെ പറഞ്ഞാല് പൊള്ളി. മൂപ്പര ആ ഹൗസിൽ കേറിയപ്പോ തുടങ്ങിയ ഗെയിമാണ് മൂപ്പര്. ആ കേറിയ ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടോ? ഫസ്റ്റ് അനീഷ് വന്ന്, സെക്കൻഡ് അനുമോള് വന്ന്. പോയതും രണ്ടാളാണ് ഏറ്റവും ലാസ്റ്റ് ആ വരിന്ന്. അനീഷും അനുമോളാണ് ഏറ്റവും ലാസ്റ്റ് പോയത്. പക്ഷെ അക്ബർ 5ാം സ്ഥാനം കൊടുത്തില്ലേ. അക്ബറിന് 5ാം സ്ഥാനാണ് കിട്ടിയത് പറയാം. അക്ബറിനോ ആയിക്കോട്ടെ. അതിനിപ്പോ എന്താ, അക്ബറിന് 5ാം സ്ഥാനെങ്കിലും കിട്ടിയില്ലേ എന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷെ ഓൻ അടിപൊളി ഗെയിം, അക്ബർ നല്ല ഗെയിമർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിമർ ആയിരുന്നു. ഓന് ശരിക്കും ബിബി മെറ്റീരിയൽ ആണ് ഓന്. ആര്യന് പോയി കൊണ്ടും എല്ലാം കൊണ്ട് ഉഷാറായിരുന്നു. അതേപോലെ ആദിലും നൂറും കുഴപ്പമില്ല, നൂറൊക്കെ സൂപ്പർ ആയിരുന്നു. പക്ഷെ ഇത് ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ അടിപൊളിയാണ്. ഓനൊരു പൊട്ട് കൊടുക്കാൻ അടിപൊളിയായിരുന്നു. ഇവനൊരു പൊട്ട് കൊടുക്കാൻ പറ്റില്ല. നൂറൊക്കെ അത്രയും ആണുങ്ങളെ അടിയിലുള്ള ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത് വന്നതുള്ളൂ. എന്നിട്ട് ബിഗ് ബോസ് അവനൊന്ന് ശരിയാക്കുകയും ചെയ്തു നൂറന്നെ അല്ലേ. ആദ്യമായിട്ടൊക്കെ സീസണിൽ ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ട് ഫൈനൽ 5 കയറാതെ ഔട്ടായത്. മറ്റോലൊക്കെ ഫൈനൽ 5 കയറിയിട്ട് ഇനിയിപ്പോ 5th ഔട്ടായിക്ക തോന്നണം. പക്ഷെ അതുപോലെ ഓല ഇതുകൊണ്ട് തന്നെയാണ് ഓല സ്വഭാവം അങ്ങനെ ആയി. ഓല് പുറത്തുനിന്ന് വന്ന ആൾക്കാരെ ഇതിനനുസരിച്ചെങ്ങാണ്ട് നിന്ന് അവിടെ ഈ ജനങ്ങൾക്ക് എന്താ പറയാ, കൂടുതൽ ആരാണോ ഒറ്റപ്പെടുന്നത് ഓരോ ഇതിക്ക് ചായും. ആരെയാണോ ഒറ്റപ്പെടുത്തുന്നത് കൂട്ടം കൂടിയും കണ്ട് ഓലിക്കുള്ള ഒരു മൈൻഡ് ഗെയിമാണ് സത്യത്തിൽ. അതായത് ഒറ്റപ്പെട്ട് നിന്ന് ജനങ്ങളുടെ സിമ്പതി കൈപ്പറ്റി വോട്ട് വാങ്ങുന്നൊരു തിയറി ബിഗ് ബോസിലുണ്ട്. അത് ഫസ്റ്റ് മുതലേ അനീഷ് അതില് ഫോളോ ചെയ്ത് അതിൽ വിജയിച്ചിട്ടുണ്ട്. അനീഷ് ഫോളോ ചെയ്ത ട്രാക്ക് പിന്നെ അനുമോള് വാങ്ങി. അതെ, അനുമോള് ആ ട്രാക്ക് എടുത്തുകൊണ്ട് കപ്പ് വാങ്ങി. കാരണം അനീഷിന് മേലെ അനുമോൾ ഒറ്റപ്പെടല്. അതിനനുസരിച്ചും ബാക്കിയുള്ള ബിബി ടീം എന്തായതോ ജയിച്ചു അറിയണ്ടല്ലോ അനുമോള്. പക്ഷെ ഓളെ PR ടീം ഫുള്ള് ഉള്ളിലേനി. ഈ വന്ന ശൈത്യ അങ്ങനെ പുറത്ത് പിന്നെ റീ എൻട്രി വന്നിട്ട് ഞങ്ങളൊക്കെ ഓക്കെ എതിരെ നിന്ന്. അപ്പൊ എന്തായാലും ഓട്ടോമാറ്റിക്കലി ജനങ്ങളൊക്കെ വോട്ട് ചെയ്യുള്ളൂ. അക്ബറൊക്കെ നല്ല ഇതിൽ ഹൈപ്പിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കേനി ആ ടൈമിൽ, അക്ബറും അനീഷൊക്കെ. എന്തായാലും അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ബിഗ് ബോസ് കാണാണ്ട് ഇറങ്ങാണ്ട് നമ്മളെ വ്ളോഗ് കാണാക്കണ്ട. ചായ കടിയൊക്കെ ഉണ്ടാക്കിയപ്പോഴേ മറ്റേതാ ലൈവ് ഉണ്ട് ഓൺ ആക്കിയേക്കല്ലേ. ഇനി നല്ല ഇഷ്ടമായി കുത്തിത്തിരിപ്പും കുന്നായ്മയും കച്ചറി. കാക്കു പൊതുവെ ബിഗ് ബോസിന്റെ 1-2 എപ്പിസോഡാക്കാരെ കണ്ടിക്കുക അല്ലെ. എപ്പിസോഡല്ല സീസണ്. കഴിഞ്ഞ സീസൺ ഉണ്ട് ജാസ്മിൻ ഉണ്ടായിട്ട്. ഈ സീസണും പകുതിയൊക്കെ കണ്ടിട്ടുള്ളൂ, മുഴുവൻ കണ്ടിട്ടില്ല. കാക്കുവിനെ കാക്കു വലിയ ആളെയാണ്, ഫുള്ള് ഇരുന്ന് കാണും. ബിഗ് ബോസിനെതിരെ റിയാക്ട് ചെയ്ത് കണ്ട് ഞാൻ വിളിച്ചു കരുതി കണ്ട്. പക്ഷെ ബിഗ് ബോസ് അടുത്ത പ്രാവശ്യം അല്ലേ ഇൻഷാ അല്ലാഹ്. ഇപ്രാവശ്യം പോകാതൊക്കെയാണ് നല്ലതുള്ളൂ. ഫുള്ള് ഇങ്ങക്ക് ചീത്തപ്പോരക്കാര. അനുമോൾ അവിടെ സാരി അയച്ചു, പാന്റ് ഊരി. അപ്പൊ ഗൈസ് അപ്പൊ ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മളെ നോർമൽ വ്ളോഗിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മള് ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ ചായ അടിക്കുന്നോളെ കുറെ നേരമായില്ല. ഇപ്പത്തരാറാണ് ഇങ്ങനെ കൊണ്ടുനടക്കണ്. എന്തൊക്കെയാണോ ടിഷ്യുമുണ്ട് കേട്ടോ അവിടെ. ടിഷ്യു നമ്മളെ പൂച്ചക്കുട്ടികളെ മാതിരി കാലിന്റെ അടിയിൽ കൂടെ അങ്ങനെ നടന്നോളും. വാ ബാ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് അപ്പവും ചിക്കൻ കറിയും മുട്ടയും പാലും എൻ്റെ അതൊക്കെ പറഞ്ഞാൽ അത്രയും പ്രോട്ടീൻ ഫില്ലഡ് ഫുഡ് ആയിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തെങ്കിലും ഒരിക്കലും ഉള്ളു ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലെന്നുള്ളൂ. മുട്ട ഉണ്ട്, ഞാൻ കൊണ്ടുവരുന്നതല്ലേ.
അതപ്പോ എന്തപ്പോ വലിയ സംഭവമൊക്കെയാണ് പറയാൻ. അയ്യോ കുടുങ്ങിയോ. കുട്ടികൾക്ക് 3 മുട്ട, അബ്രുവിന് 3 മുട്ട, ഇബ്രുവിന് 3 മുട്ട. 2 മുട്ട സ്കൂൾക്ക് പൊരിച്ചു കൊടുത്തു, 1 മുട്ട രാവിലെ കൊടുത്തു പുഴുങ്ങിയും കണ്ട്. മുട്ടയും പാലും ഉണ്ടെങ്കിൽ ഒരു സുഖമാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നും തിന്നിയില്ലെങ്കിലും അല്ലെങ്കിൽ അപ്പം പകുതി തിന്നാലും 1 മുട്ടയും 1 ഗ്ലാസ് പാലും കുടിച്ചാൽ ഒരു വയറ് ഫില്ലാകും. പിന്നെ ഒരു സമാധാനമാണ്. ഔദനൊക്കെ അപ്പൊക്കെ പകുതിയൊക്കെ തിന്നുള്ളൂ. പക്ഷെ ആ മുട്ടയും പാലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇതാണ്. രാവിലെ പോകുമ്പോൾ എന്തായിക്കണാവോ ജിബ്രാനും ഇനായി അംഗനവാടിക്ക് പോയിക്കണം പോലോ. വരുമ്പോ കാണാം എങ്ങനെ ഉണ്ടായിരുന്നു. അതേപോലെ നാളെ പോകാനും അറിയുമ്പോൾ ഒരു മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പൊ അറിയാലോ മനസ്സ്. എന്നായിക്കോട്ടെ ചായ എടുക്കട്ടെ ഗൈസ്. ഓക്കെ. അല്ല റാഷിദാജി പോരുണ്ടോ തറവാട്ടിക്ക്? എന്നിട്ടിപ്പോ ചിക്കൻ കറി വെക്കാനുള്ള ചെയ്യണത്? കറി ചിക്കൻ കറിയും ഒക്കെ ഒരു കറിയാണ്. കറിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ ഉണ്ടാക്കിയാ പോലെ കുഴപ്പമൊന്നുമില്ലല്ലോ. ചിക്കൻ കറി തന്നെ ഇഷ്ടം അല്ലേ? അതങ്ങനെ ഉണ്ടാക്കുന്നത്. ഓക്കെ എന്നാ വേഗം പോര്. ഓഫാക്കിയോ? പോവാ. വീഡിയോ ഓണാക്കിയ എന്തൊരു ഇള്ളി മുപ്പത്തിക്ക് അപ്പം ചിരിച്ചല്ലോ. സംഗതി അതിന് മുന്നേ ആലോചിച്ചാൽ പക്ഷെ ആ ക്യാമറ ഓൺ ആക്കി ഓളടുത്തേക്ക് തിരിച്ചോ അപ്പോൾ ചിരിച്ചു. ഇന്നലെ വൈകുന്നേരം ഞാനൊരു ഷോർട്സ് എടുത്തപ്പോ അങ്ങനെ ഒളിച്ചിനി ക്യാമറ ഓൺ ആക്കിയപ്പോ ഇരുന്നിട്ട് ചിരിച്ചിട്ടുണ്ടിരിക്കണ്. 14 മസാല മൂക്ക് കയറി ഗൈസ്. ചിക്കൻ മസാല മൂക്ക് കയറി. അപ്പൊ ഗൈസ് അങ്ങനെ ഞാനും കുഞ്ഞിമോളും തറവാട്ടിലേക്ക് പോകണം. അപ്പോൾ കുറച്ച് ദിവസമായി തറവാട്ടിലേക്ക് പോയിട്ട് ഞാനും തന്നെ ഓരോ തിരക്കും കൂടെ ഫുട്ബോൾ മാച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ബിസി ആയിരുന്നു. അല്ല കുഞ്ഞോളെ? അപ്പൊ ഗൈസ് ഈ ചെടി ഒന്ന് വെട്ടാം നമുക്ക്. ഈ ചെടി ഇവിടെ മാണ്ട. തേനീച്ച എന്തേലും ഉണ്ടാവതില്ലേ? ഈ അബ്രുവിന്റെ കാലിനും കുത്തി ജിബ്രാന്റെ കാലിനും കുത്തിക്കണം. ഇത് വേണ്ടത് ഒരു വൃത്തിയില്ല. പെരന്റെ മുന്നിൽ നോക്കിയാലൊരു ആകെ. ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അത് മുറിച്ച് ഒഴിവാക്കിയിട്ട് നല്ല രസമുള്ള ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ചാത്ത ചെടി ഉണ്ടല്ലോ, കുറ്റിച്ചെടി. മരക്ക് ഓറഞ്ച് ഉണ്ടായാവല്ലേ? അതിന് ഓറഞ്ച് ഉണ്ടാക്കും. പോയൊക്കെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോയൊക്കെ. ഞാൻ പറഞ്ഞ ഗൈസ്, ഞാൻ പെണ്ണുങ്ങളാപ്പിളെ. പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കും. ഒരൊറ്റ ആഗ്രഹമുള്ളൂ. പഴുത്തിട്ടില്ലേ ഗൈസ്? ഈ ഓറഞ്ചിൻ്റെ പ്രത്യേകത അറിയാം. ഇത് ഇസ്രായേൽ ഓറഞ്ച് എന്നാണ് ഇതിന് പറയാം. ഇതെന്ത് ചെയ്യുക, അങ്ങനെ പൊട്ടിച്ചിട്ട് പച്ചക്കനങ്ങനെ തിന്നാൻ പറ്റും. തൊലി അടക്കം കഴിക്കാം. പുളിയും കയ്പ്പൊക്കെ ഉണ്ട്. പറിച്ചണ്ട, ഒന്ന് മൂത്തോട്ടെ. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറിച്ചാട്ടെ ഗൈസ്. ഒന്നാണ് മൂക്കട്ടെ. അതേപോലെ ഈ തയ്യിനൊരു ബെൻഡ് വന്നിക്കണല്ലോ, കാറ്റാടിയിട്ട. ഇതൊന്നിങ്ങനെ കെട്ടി കൊടുക്കണം. തണി നീണ്ടു പോകണം. അതുകൊണ്ടാണ് അതിനൊടിച്ചില്ല. നമുക്ക് വൈകുന്നേരം വന്നിട്ട് കെട്ടി കൊടുക്കാം. അവിടുത്തതും പറഞ്ഞ അതേമാതിരി ചെടി കാണാതായിക്കണം. പുല്ല് നിറഞ്ഞിട്ടില്ലേ? പുല്ല് ഇങ്ങോട്ട് നിറഞ്ഞിട്ട് മരം കൊത്തി മോർനാട്ടത്. എന്താണ് ഈ ചെടിന്റെ പേര്? ചെറിയില്ല. എന്താണ്? മരമുന്തിരി. മരമുന്തിരി പറഞ്ഞിട്ടുള്ള മരാണത്. മരം കൊത്തി മോർണേ. അത് നിങ്ങളല്ലേ മരം കൊത്തി മോറ? ഇതിന്റെ അലൊക്കെ പോയല്ലോ. അമ്പഴങ്ങന്റെ അലയൊക്കെ വന്നോളൂ, തളർത്തോളൂ. ഇതേതാ? മിറാക്കിൾ ഫ്രൂട്ട്. ഗൈസ് അങ്ങനെ തറവാട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ. എന്ത്
വെയിലാണോ? അപ്പൊ ഗൈസ് നമ്മളെ തറവാട്ടിക്ക് പോയിട്ട് ഇപ്പോ 2-3 ദിവസമായി. ഞാൻ തിരക്കിലായിരുന്നു. പിന്നെ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിഞ്ചു എന്താണ് നമ്മുടെ ലൈവിൽ വരാത്തത്, വീഡിയോയിൽ വരാത്തത് എന്നൊക്കെ. അപ്പൊ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാ, ഇന്ന് പോയിട്ട് ചോദിക്കണം. ഇനി വരുമോ വരൂല എന്നുള്ളത് നമുക്ക് തീരുമാനമാക്കണല്ലോ അല്ലേ? കാരണം ഓളും കുഞ്ഞോളും ഉണ്ടാകുന്ന പ്രശ്നത്തിന് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്തു അല്ലേ? സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്തു അല്ലേ കുഞ്ഞോളെ? അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് പോയിട്ട് ചിഞ്ചുവിനെ പഞ്ഞിക്കിടാൻ പോവാണ്. ആരൊക്കെ പോരുന്നേ? ഉണ്ടാ ഗൈസ്? ഓറഞ്ച് നിന്നിട്ട് നാവ് കഴിച്ചിട്ട് അതിന് മൂത്തിട്ടില്ലേനി, ചെള്ളേനി. ഒന്ന് മൂക്കണം, അല്ലെ പിന്നെ ഒരു ചെറിയൊരു മഞ്ഞ കളർ ഇങ്ങനെ വരും. വലുതാവുന്നില്ല, അത് വലുതാവുന്നില്ല. എന്താ മൈക്ക അടിച്ചിട്ടില്ലല്ലോ ജി? അപ്പൊ അയർമത്തെ തോട്ടപ്പയർമത്തെ പൂവല്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. തറവാടിൻ്റെ അഭിമാനം, അഭിമാനം ശ്രീ അൻഷിഫ് മുനിക്കൽ ഇതാ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേദിയിൽ ചിഞ്ചുറാണി ഗൈസ്. നമ്മൾ അമ്പയങ്ങ തയ്യുമ്പോൾ കണ്ടങ്ങൾ അമ്പയം കണ്ടേക്കുന്നുണ്ടോ? എവിടെയാണ് കണ്ടില്ല? കണ്ട 5 ഉണ്ടല്ലേ? 5 ഉണ്ട്. എവിടെങ്ങള്? ഐഷുമ്പോ ഒച്ചേട്ടപ്പോ വേഗം പറുതി മക്കരൊക്കെ ഇട്ട് ഇറങ്ങിയതാ. നിങ്ങളെ മരിയോള് കാണാൻ വന്നിക്കണ് നിങ്ങളെ കൊറേ കാലങ്ങൾക്ക് ശേഷം. അല്ല കാണാൻ വന്നല്ലോ അല്ലേ? അല്ലേ ചിഷുമ എടി ഇതാരാ? ആരാ ആരാ? എൻ്റെ അപ്പച്ചേ ഇങ്ങനെ പറയാതെ വരും. ഇങ്ങനെ വന്ന തറവാട്ടിക്ക് വരാനും പറ്റൂല. അതല്ല ഉണ്ടാക്കിയ വീട്, അതല്ല വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പറയാതെ വന്നാലും കുഴപ്പമില്ല. ഇത് വീഡിയോ ഉണ്ടാകുമ്പോ നമ്മള് എങ്ങനെയെങ്കിലും ഒക്കെ ഇതാകാരം, എങ്ങനെയെങ്കിലും പറഞ്ഞാല് തലയില് ആകാത്ത തട്ടേക്കാരം, തിരുമ്പേക്കാരം. ഞാനിപ്പോ തിരുമ്പൽ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒന്നും വരവുണ്ടാവില്ല, എച്ചന്റെ സമയല്ലേ. ചിഞ്ചു എന്തുകൊണ്ടാണ് ഇപ്പൊ എന്താ ഇതിക്കൊന്നും വരാ? എന്തുവാണ് ഓളും കുഞ്ഞോളും തമ്മിലെ പ്രശ്നം എന്താണ്? അല്ല അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത്. എനിക്കറിയാം, ഓളോട് ചോദിച്ചു നിങ്ങൾ പറയണം. ഓക്കെ അല്ലമ്മ, എന്താണ് ചിഞ്ചുവിന്റെ പ്രശ്നം? എന്താണ് ചിഞ്ചും കുഞ്ഞോളും തമ്മിലെ പ്രശ്നം? പ്രശ്നം എന്താ? ഓലോട് ചോദിച്ചോക്ക്, ഓളോട് ചെന്ന് ചോദിച്ചോക്ക്, ഓളുണ്ടവിടെ പോയി ചോദിച്ചോക്ക്. കുഞ്ഞോളെ എന്തിനാണ് നിങ്ങൾ രണ്ടാളും തെറ്റിയത്? അത് പറയാ, ഇജ്ജ് പറയാ, എന്റെ ഭാഗം കേക്കട്ടെ ആദ്യം. അവളോട് ചോദിച്ചോക്കി. അവളോട് എന്ത് ബഹുമാനല്ലോ പോലമ്മ? അതുകൊണ്ടാണ് ഓളെ ബഹുമാനല്ലാന്നോ അതോ ഓക്ക് ബഹുമാനല്ലാന്നോ? ചിഞ്ചു ഓളെ ബഹുമാനിക്കണില്ല. കുഞ്ഞോളൊന്നില്ല ബഹുമാനല്ലേ? മൂത്തച്ചിന്നില്ല, മൂത്തച്ചി ഇല്ല, ഇളച്ചില്ല. മൂത്തച്ചിയായി മാത്രല്ല ജീവല്ലാത്ത മൂത്തച്ചി. അതല്ലേ മൂത്തച്ചി പിന്നെ ഇളച്ചിന്റെ സ്ഥാനത്ത് നിക്കായിട്ടാണ്. വരുന്ന ചിഞ്ചുവിനെ പോയിട്ട് നമുക്ക് അത് കോംപ്രമൈസ് ആക്കാം. ഇതാണ് അവസ്ഥ ഗൈസ്. ചിഞ്ചു ഇപ്പൊ ഇതിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ ആർക്കെങ്കിലും അറിയോ? ചിഞ്ചു പോയി വാതിന് മുട്ടിയൊക്കെ ഇത് മുട്ടിയൊക്കെ കമ്പനി ഒക്കെ എങ്ങനെയാലും ഇത് ഞങ്ങൾ ചോദിക്കും. ചിഞ്ചോ ഇത് ഞങ്ങൾ ഇങ്ങോട്ട് വാ, പുറത്തേക്ക് വാ. ആകെ പ്രശ്നം സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയിൽ എന്താണ് ചിഞ്ചുവും കുഞ്ഞോളും തമ്മിലുള്ള പ്രശ്നം? ചിഞ്ചുവും കുഞ്ഞോളും തമ്മിലുള്ള പ്രശ്നം എന്താണ്? അത് തീരുമാനമാക്കണം.
കാരണം എന്തുകൊണ്ടാണ് ചിഞ്ചു ഇപ്പൊ ലൈവില് വരുന്നില്ല, ബ്ലോഗിൽ കാണാനില്ല, കൊറേ ദിവസമായി മുങ്ങി നടക്കണേ? എന്താണ് സംഭവം? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ വിരുന്നേക്കുന്നു. എന്തേ വിരുന്ന് പോകാൻ പറ്റൂല? അതൊന്നല്ല, എന്താണ് കുഞ്ഞോക്ക് എനിക്ക് തീരെ ബഹുമാനം ഇല്ലാറ കുഞ്ഞോളോട്, നാത്തൂൻ എന്ന നിലയിൽ. ഓള ആദ്യം എന്നോട് പറഞ്ഞ ഓളെ ബഹുമാനിച്ചരുത്, അല്ല ഷാപ്പു കുഞ്ഞോൾ താത്താത് വിളിക്കണം. ചെറുപ്പിച്ചല്ലേ വിളിച്ചാലും പാടില്ല, കുഞ്ഞോൾ താത്ത വിളിച്ചില്ല. പക്ഷെ ഇത് അനക്കിത് പ്രശ്നമില്ല, അനക്കിത് എന്തെങ്കിലും പറഞ്ഞാണ് പോയാൽ മതി. ഇത് ഞാനാണിത് പെരീന്ന് അനുഭവിക്കണത്. എന്ത് കുഞ്ഞോള് പറയണ്ടോ? എന്തിനാണ് ഓള് ഞാൻ ആദ്യം വന്നത് താത്താന്ന് വിളിച്ചിരുന്നേ. ഓളെ 2 ആഴ്ച ഞാൻ വിളിച്ചു, പിന്നെ ഓളെ താത്ത വിളിച്ചല്ലേ എന്നോട്. അപ്പൊ ഇജ്ജെന്നെ പറഞ്ഞാണ്ട് ഒഴിവാക്കിയതാണ്. പിന്നെ എന്തിനാണ് ഈ ബഹുമാനം എന്തിനാണ് ഈ കംപ്ലൈന്റ് പറയുന്നത്? ഞാൻ എന്നും വിളിച്ചു, ഇപ്പൊ ഒരു പൂതി ഞാൻ വേണമെങ്കിൽ വിളിച്ചു, വെച്ച് വിഷയല്ല. എന്നാ വിളിച്ച ആദ്യത്തെ വിളിച്ച എന്ത് കുഞ്ഞോൾ താത്ത കേക്കട്ടതേ, കുഞ്ഞോൾ താത്ത വിളിച്ച് വിളിച്ച് കുഞ്ഞോൾ താത്ത വിഷനി കുഞ്ഞോൾ താത്ത മതിയോ? ഞാൻ കുഞ്ഞുണ്ണീനെ അതേമാതിരി കുഞ്ഞുണ്ണി താത്താന്ന് വിളിച്ചിരുന്നത്. കുഞ്ഞുണ്ണി താത്ത കുഞ്ഞുണ്ണി ഉമ്മാനോട് പറഞ്ഞേ, ഓളോട് ഞാൻ കുഞ്ഞുണ്ണിയെ വിളിച്ചാൻ പറഞ്ഞാ മതി, താത്ത വിളിച്ച കുഞ്ഞുണ്ണി. പക്ഷെ പൊതുവെ ഞാൻ താത്ത ഉമ്മ പറയണത് ഞാന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ അങ്ങനെ അറിയണതാ. ഞാൻ കുഞ്ഞുണ്ണി താത്ത അൻസാത്താന്നെ വിളിച്ചല്ലേ. ഞാന് അൻസദാനെ താത്ത വിളിച്ചും, കുഞ്ഞുണ്ണി താത്ത ഓള അങ്ങനെ തന്നെ വിളിച്ചേ, കുഞ്ഞുണ്ണി താത്ത തന്നെ വിളിച്ചു. ഷിഷാപ്പിന്റെ വിഷയല്ലേ ഗ്യാസ് മാണെന്നുണ്ടെ ഇപ്പൊ ഫില്ലായി. അത് നിങ്ങളത് പറ്റൂലതേ, ഇതെന്താ അത് ഭാരത് HP കേക്കാറ്. നിങ്ങളത് ഏതാ? ഞങ്ങളത് ഇന്ത്യന്റെ ആൾക്കാരാ. നിങ്ങളത് ഇന്ത്യ മാറ്റി, ഇന്ത്യൻ പെരീക്കരില്ല വരുവോ? എന്നിട്ടാണ് കാക്കു അവിടെ അങ്ങനെ ഇവിടെ വരാനല്ലേ നമ്മള് ബുക്ക് ചെയ്യണം. ആ നമ്പറിൽ ഒരു മിസ് കോൾ അടിച്ചിട്ടാ മതി. ബുക്ക് ചെയ്യലൂല്ല നിങ്ങള്? ഇനി ബുക്ക് ചെയ്തോണ്ടോ? ഇപ്പൊ 2 ഫുള്ളാണ്. എന്റെ സ്വഭാവം വെച്ചാണ്ടേ നടക്കാനുള്ള പൂതിയോണ്ടാ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എന്താ ചോറ് കൂട്ടാന് ആരുടെ പയറുപ്പേരി, മത്തന്റെ എല്ലാം താളിച്ചത്, പിന്നെ പടുകൂട്ടാന്. പടുവാക്ക് പടുകൂട്ടാനാ? എടാ അനുവൊക്കെ അനു അങ്ങോട്ട് പോയി വണ്ടി എടുത്താണ്ട്. എന്താ എന്നില്ലാത്തൊരു അംഗനവാടി പറഞ്ഞേക്കല്? അല്ലേ ഞാന് ഓലെ പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ടീച്ചറോട് വിരുന്ന് പോയി. അപ്പൊ വിരുന്ന് പോയി വന്നപ്പോ ഓളില്ലാതെ ജിബ്രാൻ പോകൂല ഇനായല്ലാതെ. അപ്പൊ എന്നാ ഇന്ന് തിങ്കളാഴ്ച തൊട്ട് ഇന്നാണ് പറഞ്ഞേക്കാരുതി. പോകുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ജിബ്രാൻ ഇനായുണ്ടോ? എന്നാ കുളിച്ച് മാറ്റി റെഡി. പെരിയിലുള്ളവരേനോലമ്പ് പോകാൻ ഞാൻ കുളിച്ചൂലായിരുന്നു, മര്യാദ പോയി കുളിച്ചായിരുന്നു. നഴ്സറിക്ക് പോണത് നല്ലതാണ്. ഇവിടെ ഇങ്ങനെ പീപ്പിച്ച് നടക്കും. അല്ലെങ്കിൽ ജിബ്രാൻ ഭയങ്കര വികൃസനായിക്കണം. ചില്ലറ അതിന് ജിബ്രാൻ പെരീനെ വികൃതിയായിട്ടുള്ളൂ. ബാലവാടി പോയ 2 ആളും അടിയും ചക്കരിയും കയ്യും കോർത്തിരിക്കും. ഇങ്ങനെ ഇനായ ഓനെ പിടിച്ചേറ്റിയ സ്കൂട്ടിമലൊക്കെ ഉണ്ട്. ഞാൻ പറയാ അത് പെരിയിലാണെങ്കിൽ 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്ഥാനത്ത് ഓൽക്ക നഴ്സറി പോക്ക് നിർത്തിയതിന് ശേഷം ഓല് പിന്നെയും കച്ചറ തിരിഞ്ഞത്. മറ്റേത് ഓല് 2 ആളും നല്ല കമ്പനിയാണ്. വന്നാ പിന്നെ ഓലേറ്റ് വലിയ ഇടങ്ങാറില്ലേനി. റൂമിൽ പോയി ഷാള് മാറ്റാൻ പോയതേക്കാരം. നല്ല അച്ചാർ ഉണ്ടാക്കോ, വെളുത്തുള്ളിയും ചെമ്മീനും. അത് അവിടെ ഉണ്ട്. ഇത്ര ഇട്ടോ ഇമ്മ കൊണ്ടുവന്ന നമ്മൾ മറ്റേ വെളുത്തുള്ളി വെളുത്തുള്ളി ആയതുകൊണ്ടേ ചെമ്മീന്റെ ആ ചായ ഉണ്ടായതുകൊണ്ട് നല്ല രസം. തിക്കാകാൻ വേണ്ടി കണ്ടേ നീച്ച് നിക്കാ ഓള് പിടിച്ചിട്ടുണ്ട്. അതാ കുളിച്ചിട്ടില്ലല്ലോ മടിയില്ല പിന്നെ തോത്ത. ഇമ്മയൊക്കെ ബിഗ് ബോസ് കാണലുണ്ടോ? ഞാൻ ആദ്യം കണ്ടില്ല. ഇവലൊക്കെ പറഞ്ഞു തരുമ്പോ ഒക്കെ അങ്ങനെ കാണലുണ്ടായിനി.
ഇപ്പൊ കാണലൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഒരു ഇത് ഇന്നലെ ഇപ്പൊ ആരും ജയിച്ചതെന്നില്ലത്. അനുമോളാണ് ജയിക്കാന്നല്ലേ? അനുമോള് ജയിച്ചെന്നുള്ള ന്യൂസ് കാക്കുവോ 5 കിട്ടിയത് അങ്ങനെയല്ല, പക്ഷെ അതിന്റെ മുന്നേ തന്നെ ഇബ്രാഹിം സ്റ്റോറി ഇട്ടപ്പോ പറയുന്നത്. കാരണം ഓൾക്കാണ് PR പറഞ്ഞിട്ട് ഓളെ തന്നെ ഇവിടെ കയറ്റി വെച്ചിക്കല്ലേ ഇതിൽ ആൾക്കാര്. PR എന്താണ് ശരിക്കും? PR പറഞ്ഞാല് നമ്മള് പൈസ കൊടുത്തുങ്ങാണ്ട് നമ്മളെ കട്ടിങ്സ് ഒക്കെ എടുത്തുങ്ങാണ്ട്. അല്ലാതെ വോട്ട് ചെയ്യാൻ മെഷീനല്ല. വോട്ട് മറിക്കുണ്ടല്ലോ. വോട്ട് മറിക്കാറ് എങ്ങനെയാണ്? അതിനുള്ള ഈ 1000-2000 ഏജൻസിയാണ്. അതിന് മാക്സിമം അതിനൊരു ശൈത്യ ബിൻസിക്ക് വരെ ഔട്ടാവേണ്ട ആളാ. ആ സമയത്ത് ബിൻസിന്റെ 4000 വോട്ട് ശൈത്യക്ക് മറിച്ചിക്കാണ്. അങ്ങനെയാണ് ശൈത്യ ഔട്ടാവാകുന്നത്. ആരാന്നറിയ പറഞ്ഞത്? അനുമോളെ PR. ഓനും ശൈത്യന് PR വന്നാണ്. ശൈത്യ വേഗം പോയി. അനുമോൾക്ക് വോട്ട് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഓള് കുടുംബ പ്രേക്ഷകയാണ്. ഓള് മറ്റേ സീരിയല് അതിനൊക്കെ ആയതുകൊണ്ട് ഈ വലിയ ഈ അനുമോളെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല. ആലോചിച്ചാലേ നമ്മളമ്മ 32 വയസ്സായിട്ടുള്ളൂ. ഞാനൊന്നുകൂടി കെട്ടാ 50 ലക്ഷം ഉണ്ട്. ഒന്നുകൂടി കെട്ടട്ടെ. 2 വയസ്സായിട്ടുള്ളൂ. 50 ഇല്ലാക്കോ 42 എന്ത് ബാക്കി അപ്പൊ? നല്ലൊരു കളിയായി. 100 കൊണ്ടുപോയി കുറച്ച്. അത് കട്ടു, പിന്നെ പൈസ കട്ടു ബാഗിൽ നിന്ന് എടുത്താണ്ട്. അത് അവിടെ വെച്ചത് ഇനി ഓൾക്ക് ഫസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയാണ്ട് റൂമില്. അപ്പൊ ഞാൻ 50 ലക്ഷം ഉണ്ട് പറഞ്ഞാല് 50 തന്നെ ഓൾക്ക് കൊടുക്കണ്ടേ? ഓലെ വിജയിന്റെ പൈസ കഞ്ഞിക്കളി ബിഗ് ബോസ് ആക്കി ഇപ്രാവശ്യം. മറ്റൊരാൾക്കാണ് പൈസ ഇട്ട. ആകെ ഒരാൾക്ക് അത് വെച്ചാ അതിലെ കൊണ്ടുപോകുന്ന ഉറപ്പാണ്. കൺഫേംഡ് ആണ്. അതില് മുങ്ങ ഒരാള് ഫൈനൽ 5ക്ക് കേറാ. പക്ഷെ ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ട് 100 പോയില്ലേ? ഫൈനൽ 5 ഉള്ള ഓട്ടക്കം മറിച്ചാണ് പോയി. ഇപ്പുറത്തേക്കാൾ മറിഞ്ഞില്ലേ? ബിൻസ് 2 ഇരട്ട കുട്ടികളുണ്ട്. ആ ഇരട്ട കുട്ടികളല്ല, അതാണ് ആദില നൂറ. ലെസ്ബിയൻ കപ്പിൾസ് കല്യാണം കഴിച്ചത്. 2 ഇരട്ട കുട്ടികളുണ്ടല്ലോ. ആർക്ക്? ആദില നൂറ്. ഇരട്ട കുട്ടികളെന്നല്ല, ഞാൻ മറന്നു പറഞ്ഞതാ. കല്യാണം കഴിച്ചത്. ഓരോ കോമഡി. 2 ഇരട്ട കുട്ടികളുണ്ടല്ലോ. ആദില നീ പറഞ്ഞേ ഉമ്മാന്റെ ചാര പോലെ ഇരട്ട കുട്ടികളാണ്. ഒപ്പം നടക്കണുണ്ട്. രണ്ടാളും പിന്നെ ഇതാണ് കല്യാണം കഴിച്ചാണല്ലേ? പെണ്ണും കല്യാണം കഴിച്ചിക്ക. താഴ്ചങ്ങളൊക്കെ അതല്ലേ. അതിലിനെ ഗേൾസ് സ്കൂളിൽ ചേർത്തേക്കിനെയാണ്. അതിന്റെ ആണുങ്ങളെ നോക്കും കരുതിയിട്ട്. അതില് അന്നായിക്കോട്ടെ. അവലെങ്കി അവല് അറിയാണ്ട് പെണ്ണെന്നെ. എന്താ അവസ്ഥ! എപ്പോഴും മിശ്രിതമായിട്ടുള്ള മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന മിശ്ര സ്കൂളിൽ ചേർക്കാൻ ഏറ്റവും നല്ലത്. എന്റെ ഇഷ്ടങ്ങളൊന്നും നിങ്ങൾ ഇതാക്കണില്ലല്ലോ. കുഞ്ഞോള് എന്റെ ഇഷ്ടം തന്നെ കുഞ്ഞോളും കുട്ടികളും. 42 ലക്ഷം കിട്ടും. അനുമോള് കെട്ടട്ടെ. ഓളെ പാൻറ്റൂരി ഓളെ സാരി ഊരിന്നേക്കാർ അനുമോളെ ജനങ്ങൾക്ക് ഇട്ടുകൊടുക്ക. അക്ബറിനോട് അറിയില്ല ബസ്സിൽ നിൽക്കണവര് നിൽക്കണ്ടേതൊക്കെ ഫുള്ള് ഫിസിക്കൽ ടാസ്ക് ആക്കാരുടെ ഉണ്ടാക്കുക. പറഞ്ഞ സ്ഥിതിക്ക് കാക്ക എന്തായാലും ഊരിട്ടേ പോരുള്ളൂ. എന്തിനാ ചിഞ്ച അങ്ങനത്തെ ഒരു വർത്താനം പറയാം? ഏതായാലും ഇട്ടുകൊടുത്തു. പിന്നെന്തിനാ ഏതായാലും ഓരോരോ കോമഡിയിലെ അടുത്ത കൊല്ലം എനിക്ക് കിട്ടട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കട്ടോ. പറയണ്ട ഒന്നും പറയണ്ട. ഇങ്ങൊന്നും പറയണ്ട. അത് പറയാറ്റില്ല. ആ പറഞ്ഞ പിന്നെതാവില്ല. എന്നോട് ഞാനേ നിർത്തിക്കോട്ടോ. പോയിട്ട് എങ്ങാനും ആണ് ഇപ്പൊ ഈ പണപ്പെട്ടിന് എങ്ങനെ ആവണമെങ്കിൽ ഇമ്മാരെ കാൽക്കുലേഷൻ ആകെ തെറ്റി. 50 5 വരി അതിന് 8-10 ലക്ഷം പോകാനുമേ. എന്താലേ അതല്ലേ
അതല്ലേ അനീഷും അനുമോളെ എപ്പോഴും മോഹൻലാലിന്റെ വലതുഭാഗത്ത് നിക്കണ ആൾക്കാർ, എപ്പോഴും വിജയ് വലതുഭാഗത്ത് നിക്കണ ആൾക്കാരും. പക്ഷെ ഇപ്രാവശ്യം നേരെ തിരിച്ച് അനുമോളെ ഇടത് ഭാഗത്ത്. അതെന്താ വെച്ചാൽ അങ്ങനെ ഒരു വീഡിയോ വൈറലായതുകൊണ്ട് ജനങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു അവിടെ ട്വിസ്റ്റ് ചെയ്തു. ഗ്രാഫ് കാട്ടുമ്പോ ഞാൻ അടുത്തതിൽ മണിക്ക് മുന്നിലേക്കാണ് നിർത്തുക. ജയിച്ചോലെ മുന്നിലേക്കാണ് നിർത്തുക. എന്ത് ബിൻസിന്റെ പുതിയ ഓളെ നേരെ ഫൈനൽ 5 കയറ്റുന്നു. റീ എൻട്രിക്ക് കുയിന്തനല്ലേ അമ്മീമോളെന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അവിടുന്ന് സമ്മാനമായി കുയിന്തട്ടിയാണ്ട് സമ്മാനം വാങ്ങാതെ ഇറങ്ങിപ്പോയിക്കടി. കുയിന്തട്ടിയാണ്ട് അതുകൊണ്ട് തന്നെ ഇറ്റണം കഴിച്ചില്ല. മനസ്സിൽ നന്മയുള്ളവരെ വിജയിക്കുള്ളൂ. പക്ഷെ അത് എനിക്കൊക്കെ പടു ഇവിടുന്ന് തിന്നണോ? പടു നിങ്ങൾ തിന്നോളൂ. ഇവിടുന്ന് തിന്നണോ? പടു കൂട്ടാൻ തിന്നാൽ മാത്രം പടു വിഡിയല്ലേ ഞാൻ. എനിക്കാണോ എന്നാ കൊണ്ടുവരും പ്ലേറ്റില്. എനിക്ക് വേണ്ട, ഓക്ക് കൊടുക്കി കുറച്ച് വേഗം ഞങ്ങൾ പോകുകയാണേ. നേരല്ലേ ചോറ് വേണോ? അവിടെ അരിയില്ലേ? ഒരു നേരത്തെ ചോറിന് വേണ്ടി അതാ ഇന്നത്തെ വ്ലോഗ്. പട്ടിണി ഉറപ്പാ. അഞ്ചിപ്പിനൊപ്പം കൂടിയ ശേഷല്ലേ ഇത്ര പുരോഗമിച്ച് പട്ടിണി കിടന്നു കണ്ടല്ലോ. എങ്ങനെയൊക്കെ പട്ടിണി കിടക്കാം. പലവിധ വഴികൾ. ഗ്യാസ് ഇല്ലായ്മ, അരിയില്ലായ്മ. അങ്ങനെ ഗ്യാസ് നമ്മുടെ പടുകൂട്ടാൻ എത്തിയിട്ടുണ്ട്. ഇതാണ് പടുകൂട്ടാൻ. തിന്നാത്തോലൊക്കെ തറവാട്ടിക്ക് പോയി. എനിക്ക് വേണ്ട, ഞാൻ അങ്ങനത്തെ നല്ല തന്നെയാണ്. പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ നല്ല ഒന്നും ഞാൻ എടുക്കലില്ല. എനിക്കറിയില്ല. നല്ല പെണ്ണിട്ടിട്ട് ഞാൻ കെട്ടാതെ നല്ലത് അടുക്കൂലെന്നല്ലേ ഇജ്ജ് പറഞ്ഞേ? നല്ല എനിക്ക് പറ്റൂലെന്ന്, നല്ല എനിക്ക് പറ്റൂലെന്നല്ലേ ഇജ്ജ് പറഞ്ഞ? അതെനിക്ക് നല്ല പറ്റൂല കേട്ടോ. നല്ല പറ്റാത്തോണ്ടാണ് എന്നെ കിട്ടിയത്. നല്ല കുട്ടികളെ കിട്ടിയിട്ട് കെട്ടാ. അവിടെ പരിപ്പ് കറിയാണെങ്കിൽ ഇപ്പൊ ഗൾഫ് പോയ മാതിരിക്കാരാണ്. ഇപ്പാക്ക് ഗൾഫിൽ ഉമ്രക്ക് പോയതിലേ എന്താ ഉള്ളി പരിപ്പല്ല, എന്താണ് കറി? തക്കാളി ഉള്ളി. ഇന്നത്തെ ഉള്ളിയും തക്കാളി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അങ്ങനെ പറയും. എന്നാ തന്നെ കാരം. അതേമാതിരി അവിടെ പരിപ്പും കറി എന്നും. മീനും ഇറച്ചിയൊന്നും കിട്ടൂല. അത് ടാസ്ക് ചെയ്ത് വിജയിച്ചാലേ കിട്ടുള്ളൂ. ചിക്കനൊക്കെ ലക്ഷറി ടാസ്കാ. നല്ല ടേസ്റ്റിലോട്ട് വെക്കുക. എന്നിട്ട് ഒരു കണ്ടൊക്കെ കിട്ടുമ്പോ അതിന്റെ രസം. എന്നിട്ട് അത് രസം കുഞ്ഞോളൊക്കെ കിച്ചണിക്കട് കയറണം. അതിമ്മ കയറൊക്കെ ഇരിക്കില്ല. മഞ്ഞപ്പൊടി തന്നെ ഉണ്ടാവില്ല. നല്ല കുരുമുളക് സാധനങ്ങളെല്ലാം കിട്ടൂല. അതൊക്കെ നമ്മൾക്ക് ഇത് ടാസ്ക് ചെയ്ത് മത്സരിച്ച് വിജയിച്ചാലുള്ള നമുക്ക് പോയിന്റ് കിട്ടുള്ളൂ. ആ പോയിന്റ് വെച്ചിട്ട് നമ്മള് വാങ്ങണം തന്നെ. പാവമ്മ തന്നെ പാവം. എന്തായാലും പിന്നെ ഓൾക്ക് കിട്ടും. മോഹൻലാല് വരുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ഓൾക്ക് കിട്ടും. ഇങ്ങനെ നിക്കണ്ടി വരൂലേ? മാത്രമാണ് തടിച്ചിരിക്കുന്നത്. കണ്ടെടുത്ത് തിന്നും. ഞാനൊക്കെ അഥവാ പോകാണെങ്കിലേ ഞാനൊക്കെ മെലിഞ്ഞു. അല്ല, നല്ല പണിയെടുക്കണ ആ പറഞ്ഞിട്ട് അർത്ഥം ഇവിടെ ഒരു പണി എടുക്കണില്ല. ഇല്ല, ഇമ്മ പറഞ്ഞാല് അടുക്കള പണികളല്ല അധികം കൊടുക്കുക. അടിച്ചൊരി തുടക്കം ഉമ്മക്ക് ഊരോടുക്ക കഴിയൂലല്ലോ. കലാഭവൻ സരിക ഞാൻ ഈ പണിയെടുത്തരാം. അടുത്ത പണിയൊക്കെ ഞാൻ എടുത്തരാം. ഓരോ ആഴ്ച ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടിയാ. ഇമ്മ ഇന്ന് കിച്ചണാണെങ്കിൽ നാളെ പാത്രം കേൾക്കല്. പിന്നെ അടുത്ത ആഴ്ച മറ്റേ ആണുങ്ങളാരും ബാത്റൂം കഴിക്കേണ്ടി വരും, അടിച്ചോരി തുറക്കേണ്ടി വരും. ആണുങ്ങളാരെ തുടക്കല അടിച്ചോരിയ. ഞാന് എന്റെ ഡ്യൂട്ടി വെച്ചാൽ അവിടുത്തെ പെണ്ണുങ്ങളെ കുളിപ്പിച്ച, അവിടുത്തെ പെൺകുട്ടികളെ കുളിപ്പിച്ചു കൊടുക്കുക. എന്ത് പോയി കുളിച്ച ഞാൻ പോയിട്ടാ. അസ്സലാമലൈക്കും. വേണ്ട ഓള് പള്ളർച്ചിന്നില്ലേ? അത് മതി. ഇല്ല ഓളെ ഇവിടെ ആകുന്ന പറഞ്ഞാ മതി. ടിഷമാമ ട്രാക്ടറിനൊക്കെ നമ്മളെ റോട്ടിൽ കൂടെ ട്രാക്ടറൊക്കെ ടിഷമാമ ടിഷുമ
ശിശുമ്മ ട്രാക്ടർ കണ്ടജി ട്രാക്ടർ കേട്ടോ കണ്ടോ കണ്ടോ എന്ത് ട്രാക്ടറിലോ ഞങ്ങൾ പോയി അന്ന് ലൈവ് ഉണ്ട് ഗൈസ് ഇന്ന് രാത്രി 8:30 ലൈവ് ഉണ്ട് കേട്ടോ അയാൻ പോവാ പോരെ നോക്കാട്ടോ